ഗൈസ് 2026 ഒരു കാര്യം മാറിയിട്ടില്ല. സ്കൂട്ടർ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ കൂടുന്നു, EV വരുന്നു, ടച്ച് വരുന്നു. പക്ഷേ ഹോണ്ട ആക്ടീവ ഇപ്പോഴും സ്ട്രോങ് ആയി നിൽക്കുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്, 2026 നിങ്ങൾ ഏത് സ്കൂട്ടർ വാങ്ങും? പിന്നെ ഇത്രയും വർഷം ആക്ടീവ എങ്ങനെ സർവൈവ് ചെയ്തു? ലെറ്റ്സ് ടോക്ക് ഹോണസ്റ്റ്ലി. ചാപ്റ്റർ 1, ആക്ടീവ എങ്ങനെ കിങ് ആയി? 2001 ആക്ടീവ ലോഞ്ച് ആയപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ സ്കൂട്ടർ സെഗ്മെന്റ് ഓൾമോസ്റ്റ് ഡെഡ് ആയിരുന്നു. ഏത് സ്കൂട്ടർ കുറഞ്ഞു, ബൈക്സ് ഡൊമിനേറ്റ് ചെയ്തു. ഹോണ്ട സിമ്പിൾ സ്ട്രാറ്റജി അവിടെ യൂസ് ചെയ്തു. റിലയബിൾ എഞ്ചിൻ, സ്മൂത്ത് ഓട്ടോമാറ്റിക് റൈഡ്, ഫാമിലി ഫ്രണ്ട്ലി ഡിസൈൻ, ലോ മെയിൻ്റെനൻസ്. അതുമാത്രം. ഓവർ ഹൈപ്പില്ല, ഓവർ ഫീച്ചേഴ്സ് ഇല്ല, ജസ്റ്റ് ട്രസ്റ്റ് ബിൽഡ് ചെയ്തു. അതിനുശേഷം എല്ലാ വീട്ടിലും ഒരു ആക്ടീവ ഹോണ്ടയായി. ചാപ്റ്റർ 2, 2026 എങ്ങനെ ഇത് കോമ്പറ്റീഷൻ ചെയ്യുന്നു? ഇപ്പോൾ സിറ്റുവേഷൻ മാറി. TVS ജുപിറ്റർ, സുസുക്കി ആക്സസ്, യമഹ ഫസിനോ, ഇലക്ട്രിക് സ്കൂട്ടർ, ഓല, അതുപോലെയുള്ളത്. ഇതൊക്കെ ഫ്യൂച്ചേഴ്സ് ലോഡഡ് ആണ്. ബ്ലൂടൂത്ത്, TFT ഡിസ്പ്ലേ, റൈഡിംഗ് മോഡ്സ്. പക്ഷേ ക്വസ്റ്റ്യൻ ഇതാണ്, ആവറേജ് ഇന്ത്യൻ ബയേഴ്സ് ഏതാണ് ഇതിൽ നോക്കുന്നത്? മൈലേജ്, മെയിൻ്റെനൻസ് കോസ്റ്റ്, റീസെയിൽ വാല്യൂ, എഞ്ചിൻ ലൈഫ്. ഇവിടെ തന്നെ ആക്ടീവ സ്റ്റിൽ സ്ട്രോങ് ആണ്. ചാപ്റ്റർ 3, 2026 നിങ്ങൾ ഏതെടുക്കണം? ഫാമിലി യൂസ്, ഡെയിലി, ഓഫീസ്, കമ്മ്യൂണിറ്റി. മൈലേജ് പ്രയോറിറ്റി, ലോ മെയിൻ്റെനൻസ് വേണം. ഇതിനൊക്കെ ഉള്ള ആൻസർ ആണ് ആക്ടീവ സ്റ്റിൽ സേഫ് ഓപ്ഷൻ ആണ്. പക്ഷേ ടച്ച് ലോവർ, സ്റ്റൈലിഷ് ലുക്ക് വേണം, ബെറ്റർ പിക്കപ്പ്, സംതിങ് ഡിഫറെന്റ് വേണം. ഇതിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ജുപിറ്റർ ആക്സസ് EV കൺസിഡർ ചെയ്യാം. റിയൽ ട്രൂത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടീവ കിങ് ആയത് പെർഫോമൻസ് കൊണ്ടല്ല, ഫ്യൂച്ചേഴ്സ് കൊണ്ടല്ല, ട്രസ്റ്റ് കൊണ്ടാണ്. ഹോണ്ട ഒരു എഞ്ചിൻ തരും, അത് 10 വർഷം കംപ്ലൈന്റ് ഇല്ലാതെ ഓടും. അതാണ് ഇതിന്റെ സീക്രട്ട്. ഫൈനലായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2026 സ്കൂട്ടർ വാങ്ങുന്നത് ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ഡിസിഷൻ അല്ല. അത് നിങ്ങളുടെ ഡെയിലി ലൈഫ് ഈസി ആക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ കരുതണം. ആക്ടീവ എങ്ങനെ ഇത്രയും വർഷം പിടിച്ചു നിന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് കറക്റ്റ് ചോയ്സ് എടുക്കാൻ ഈസി ആവും. ട്രെൻഡ് നോക്കി വാങ്ങരുത്, നിങ്ങളുടെ യൂസ് നോക്കി വാങ്ങുക. ഇതുപോലെ ഹോണസ്റ്റ് റിവ്യൂസ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം ആക്ടീവ vs ജുപിറ്റർ, പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. താങ്ക് യു.